പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഇന്ന് ഈ രാത്രിയിലും ജോയിൻ ചെയ്യുവാൻ കർത്താവ് ധരിക്കുക നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേക എന്നെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്ത പ്രിയ സഹോദരി, മറ്റ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റെല്ലാ ടീം മെമ്പേഴ്സ് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞാനിന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, 2-3 പേർ യേശു കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ ആയവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് ഇന്ന് ഈ രാത്രി നമ്മോടൊപ്പം ഈ സ്തോത്രം ഗൂഗിൾ മീറ്റിങ്ങിൽ നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ ലൈഫിൽ കാണാൻ ദൈവത്തിൻ്റെ ആത്മാവ് നാം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ വേദ പുസ്തകത്തിലേക്ക് വേഗത്തിൽ തന്നെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ചില വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും അടച്ചു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ഈ ഭാഗത്ത് സ്തോത്രം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി നോഹയാണ്. നമുക്ക് ഈ ചരിത്രമൊക്കെ വളരെ സുപരിചിതമാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്തു നിന്ന് ഒരു ദൂതലേക്ക് കയറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. നാം ആ വാക്യം വായിക്കുമ്പോൾ 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ദൈവം നോഹയെയും അവനോട് കൂടെയുള്ള സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ദൈവം ഓർത്തു. സ്തോത്രം. എങ്ങനെയാ കാണുന്നത്? ദൈവം നോഹയെയും അവനോട് കൂടെയുള്ളവരെയും ദൈവം ഓർക്കുവാൻ ഇടയായി. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് പ്രധാനം കൂടെയുള്ളവരല്ല, പകരം സ്തോത്രം ദൈവത്തിന് പ്രാധാന്യം ദൈവം നൽകിയിരിക്കുന്നത് നോഹയ്ക്ക് തന്നെയാണ്. എന്നാൽ നോഹയോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം നോഹയോട് ഈ പറയുന്ന സകല ജീവികളും സകല മൃഗങ്ങളും നോഹയോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ദൈവം അവരെയും എന്ത് ചെയ്യാനിടയായി? ഓർക്കുവാൻ ഇടയായി. സ്തോത്രം. ഈ രാത്രി ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നീതിയോടും ദൈവസന്നിധിയിൽ കൃപയിലും അഥവാ ദൈവത്തോട് കൂടെയും നടക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു തലമുറയാണ് നാമെങ്കിൽ ഈ നാളുകളിൽ മനസ്സിലാക്കുക, നമ്മെ മാത്രം ഓർക്കുന്ന ദൈവമല്ല, നമ്മെ ഓർത്ത് നമ്മോടൊപ്പമുള്ളവരെയും ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ വായിക്കേണ്ട ശ്രദ്ധിച്ചാൽ മതി. നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഒരിക്കൽ സ്തോത്രം ലോത്തിന്റെ ഭവനത്തിലേക്ക് അഥവാ ലോത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുവാൻ ഇടയായി. സ്തോത്രം. ഈ 2 ദൂതന്മാർ ലോത്തിന്റെ അരികിൽ ഇറങ്ങി വന്നത് ഒരിക്കലും അബ്രഹാമിന്റെ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്നതുപോലെ, അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നതുപോലെ ലോത്തിനെ അനുഗ്രഹിക്കാനല്ല ഇറങ്ങി വന്നത്. പകരം സ്തോത്രം ഇറങ്ങി വന്ന ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞ വാക്കിതാണ്: ഈ സ്തോത്രം സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലം ന്യായവിധിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള പാപം, ഇവിടെ നിന്നുള്ള സ്തോത്രം ദൈവഹിതമില്ലാത്ത ഇവരുടെ ഇടയിലുള്ള പ്രവൃത്തി അത് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ആ സ്തോത്രം ആ പട്ടണത്തെ ന്യായം വിധിപ്പാൻ ദൈവം തീരുമാനം
തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നു, അവൻ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ നോഹയുടെ വീട്ടിൽ ദൂതന്മാർ, അവൻ ആ നോഹ പാർക്കുന്ന പട്ടണത്തിൽ ദൂതന്മാർ കയറി ചെല്ലുമ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും വേണ്ടി ഇതാ സ്തോത്രം, അവൻ സ്തോത്രം, അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ കൂടാരത്തിനകത്ത് മുഴങ്ങാൻ മടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരുടെ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രിയിൽ ഇങ്ങനെ ഇടപെടുന്നു. അവൻ സ്തോത്രം ലോത്തിനെ അവൻ നോഹയെ ഓർത്ത്, അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചതുപോലെ നോഹയെ ഓർത്ത് തന്നോട് കൂടെയുള്ള സകല ജീവജാലങ്ങളെയും ഓർത്ത ദൈവം ഈ നാളുകളിൽ മുഴങ്ങാൻ മടക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന നിന്നെ ഓർത്തിട്ട് നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, ചില തലമുറകളെ ഈ നാളുകളിൽ വിടിവിപ്പാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ലോത്തിന്റെ വിശുദ്ധി കണ്ടിട്ടല്ല, ലോത്ത് നീതിമാനായതുകൊണ്ടല്ല, ലോത്തിന്റെ പ്രാർത്ഥന ദൈവം കണ്ടിട്ടല്ല, ലോത്തിന്റെ ദൈവകൃപ കണ്ടിട്ടല്ല, പകരം ലോത്തിന്റെ കുടുംബത്തിനകത്ത് അവൻ പ്രിയമുള്ള ദൈവഹിതമില്ലാത്ത, അഥവാ ലോത്ത് പാർക്കുന്ന പട്ടണത്തിൽ ദൈവഹിതമില്ലാത്ത പലതും ഉണ്ടെങ്കിൽ പോലും അവൻ സ്തോത്രം ഒരു അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചതുപോലെ ആമേൻ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, ഒരു നോഹയെ അവനോട് കൂടെ ഉള്ളത് കൊണ്ട്, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു, നോഹയോട് കൂടെ ഉള്ളത് കൊണ്ട് ആയതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ വിളിച്ചു പറയാം, നീ ദൈവകൃപയിലാണെങ്കിൽ നിന്നോട് കൂടെ ഉള്ളവർ ഇതാ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ നിന്നോട് കൂടെയുള്ളവർ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. തകർന്നു പോകേണ്ട ചിലർ നീ കാരണം വിടുവിക്കപ്പെടാൻ പോകുന്നു, നിന്നോടൊപ്പമുള്ളത് കൊണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, അവൻ സ്തോത്രം, അവൻ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. അവൻ സ്തോത്രം മനുഷ്യരുൾപ്പെടെ സകല, അവൻ സ്തോത്രം ജീവജാലങ്ങൾ ഉൾപ്പെടെ സകല മൃഗങ്ങൾ ഉൾപ്പെടെ, അവൻ സ്തോത്രം പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ സകലത്തെയും നോക്കി എന്റെ ദൈവം ഇങ്ങനെ പറയാനിടയായി, ചത്തുപോയി. ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ തൊട്ടുവിടട്ടെ. അവൻ ബൈബിൾ പറയുന്ന വാക്കിനെ ചത്തുപോയി. സാധാരണ നമ്മൾ മനുഷ്യർ മരിച്ചാൽ നമ്മൾ പറയുന്നത് മരിച്ചുപോയെന്നാ, അല്ലേ? മൃഗങ്ങൾ ചത്തുപോയെന്നാ പറയുന്നേ. പക്ഷെ ബൈബിൾ മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെ നോക്കി ബൈബിൾ പറയുന്നു ചത്തുപോയി എന്ന് വെച്ചാൽ ദൂതിതാണ്. അവൻ ചത്തുപോകേണ്ടിയിരുന്ന ചിലർ പെട്ടകത്തിനകത്ത് നോഹയോട് കൂടെയുള്ളത് കൊണ്ട്. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗങ്ങളിൽ ചത്തുപോയി എന്ന് എഴുതിയവരുടെ കൂട്ടത്തിൽ പോകേണ്ടിയിരുന്ന അവൻ സകല ജീവികളെയും സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു. എന്തുകൊണ്ടാ ദൈവം ഓർത്തേ? കൃപയുള്ളവന്റെ കൂടെ നിന്നത് കൊണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നീതിമാനായ നോഹയോട് കൂടെ നിന്നത് കൊണ്ട്, ദൈവമായി ബന്ധമുള്ള നോഹയോട് കൂടെ നിന്നത് കൊണ്ട്, ദൈവത്തെ അനുസരിക്കുന്ന നോഹയോട് കൂടെ നിന്നത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിനെ വിളിച്ചു പറയാം, ദൈവകൃപയുള്ള, വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുള്ള, ദൈവമായി ബന്ധമുള്ള ചില നോഹമാരോട് ഈ തലമുറയിലും നീ പറ്റു നിൽക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ തകർന്നു പോകത്തില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വംശാവലി നശിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ദേശത്തിന്റെ നടുവിൽ ദൈവം നിന്നെ നിലനിർത്തും. ദൈവം നിന്നെ നിലനിർത്തും. ഇന്ന് രാത്രി ആത്മാ ബുദ്ധി ഉപദേശിക്കുന്നു. കൃപയുള്ളവരുടെ കൂടെ പറ്റു നിൽക്ക്, അഭിഷേകമുള്ളവരുടെ കൂടെ പറ്റു നിൽക്ക്, വിശുദ്ധി ഉള്ളവരുടെ കൂടെ പറ്റു നിൽക്ക്, ദൈവത്തോട് കൂടെ നടക്കുന്നവരുടെ കൂടെ പറ്റു നിൽക്ക്, കൃപയിൽ നിൽക്കുന്നവരോട് പറ്റു നിൽക്ക്. യെസ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇതിന്റെ മറുഭാഗം കൂടെ പറയാം. ഇന്ന് രാത്രി ഏകദേശം 17-18 പേർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും നോക്കി ഇന്ന് രാത്രി വിളിച്ചു പറയാം, നീ ദൈവകൃപയിൽ നിന്നാൽ. വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നീ ദൈവകൃപയിൽ നിന്നാൽ, നീ ദൈവകൃപയിൽ നിന്നാൽ, നീ വിശുദ്ധിയിൽ നിന്നാൽ, നീ അഭിഷേകത്തിൽ നിന്നാൽ, നീ ദൈവ
മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയിൽ നിൽക്ക്, കൃപയിൽ നിൽക്ക്, അഭിഷേകത്തിൽ നിൽക്ക്, ദൈവത്തിന് വേണ്ടി നിൽക്ക്, ദൈവത്തോട് കൂടെ നിൽക്ക്, ദൈവത്തോട് കൂടെ നടക്ക്. നീ നിമിത്തം ചിലർ വിടുവിക്കപ്പെടാൻ പോകുന്നു. നീ നിമിത്തം നിന്റെ കൂടെയുള്ളവർ വിടുവിക്കപ്പെടാൻ പോകുന്നു. ചത്തുപോകേണ്ട ചത്തവരുടെ ലിസ്റ്റിൽ, ഞാൻ ബൈബിൾ ഭാഷ തന്നെ പറയുന്നു, ചത്തവരുടെ ലിസ്റ്റിൽ പെടേണ്ടിയ ചിലരെ ദൈവം ഇതാ നീയുമായി കണക്ട് ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന നീയുമായി ദൈവം കണക്ട് ചെയ്യുന്നു. കൃപയിൽ നിൽക്കുന്ന നീയുമായി ദൈവം കണക്ട് ചെയ്യുന്നു. ദൈവത്തോടു കൂടെ നടക്കുന്ന നീയുമായി കണക്ട് ചെയ്യുന്നു. എന്തിനാണെന്നറിയോ? ചിലർ കൂടി വിടുവിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ, ചിലർ കൂടി രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ദൈവം അങ്ങനെയുള്ള ചില ജീവജാലങ്ങളെ, അങ്ങനെയുള്ള ജീവിതങ്ങളെ ദൈവം നീയുമായി, നിന്റെ കുടുംബവുമായി, നിന്റെ മിനിസ്ട്രിയുമായി ദൈവം ഇത് കണക്ട് ചെയ്യാൻ പോകുന്നു. പിടിക്ക് 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 പിടിക്ക്. ഈ തലമുറയിലെ നോഹയായി ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നു. ഇത് രാത്രിയിലെ കേൾക്കുന്നത് ഒരുപക്ഷെ നീ കേരളത്തിനകത്തിരുമായിരിക്കാം, അല്ലെങ്കിൽ പുറത്തിരുമായിരിക്കാം, ഒരുപക്ഷെ ഇന്ത്യക്കകത്തോ പുറത്തിരുമായിരിക്കാം. എനിക്കറിയാം സംതിങ് ഇന്ന് രാത്രി ഞങ്ങളുടെ ശക്തമായി ദൈവം ഇടപെടുന്നു. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ഈ തലമുറയിലെ നോഹയാക്കി. പിടിച്ചോ പിടിച്ചോ സിസ്റ്ററെ, പിടിച്ചോ. ഇത് നിനക്കുള്ള ദൂത, ഇത് നിനക്കുള്ള ദൂത. യേശുവിൻ നാമത്തിൽ ആരുടെ മേലൊക്കെയോ ഭയങ്കരമായ ദൈവിക വെളിപ്പാടുകൾ കൈമാറുന്നു. ഒരു പെട്ടകത്തിന്റെ പ്ലാനിങ് ദൈവം നോഹയ്ക്ക് കൈമാറിയത് പോലെ ഈ ജനറേഷനിൽ ദൈവത്തിന്റെ സ്വപ്നം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ കുറിച്ച് വിചാരിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം ക്യാരി ചെയ്യാൻ ഈ ജനറേഷനിൽ നീ അർഹയെന്ന്, നീ അർഹയെന്ന് ദൈവം കണ്ടിട്ട്, ദൈവം വിശ്വസിച്ചിട്ട് എന്തോ ഒരു വലിയ പ്ലാൻ, എന്തോ ദൈവം ഒരു വലിയ വലിയ വലിയൊരു പ്രോജക്റ്റ്, ഒരു വലിയ അസൈൻമെന്റ് ദൈവം നിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നു. പ്രാപിച്ചോ പ്രാപിച്ചോ. വെറും ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി ഇന്ന് രാത്രി ഇരിക്കല്ലേ. പ്രാപിക്കാൻ റെഡിയായിക്കോ. ഇത് സ്വീകരിക്കാൻ റെഡിയായിക്കോ. ആരുടെ വിലക്കോ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തവരെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ആരുടെ വിലക്കോ ഞാൻ അറിയുന്നു. ഭയങ്കരമായ അനോയിന്റിങ്ങിന്റെ ഫ്ലോയിങ്. ഈ ജനറേഷനിൽ ദൈവം നിന്നെ വിശ്വസിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു. എന്താണെന്നറിയോ? ദൈവത്തിന്റെ എന്തോ വലിയ പ്ലാനുകൾ, എന്തോ ദൈവം വലിയ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നിന്നെ വിശ്വസിച്ച് ദൈവം നിന്നെ ഏൽപ്പിക്കുന്നു. അത് ക്യാരി ചെയ്യാൻ നീ റെഡിയാണോ? Are you ready for this? പ്രാപിക്കും 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 പ്രാപിക്കും. മഹത്വം ഇറങ്ങുന്നു, മഹത്വം ഇറങ്ങുന്നു. ഇതുവരെ കാണാത്ത വെളിപ്പാടുകൾ കൈമാറുന്നു, ഇതുവരെ കാണാത്ത വെളിപ്പാടുകൾ കൈമാറുന്നു. ദൈവത്തിന് ചിലരെ വിടുവിപ്പാൻ പദ്ധതിയും ഉണ്ട്. ദൈവത്തിന് ചിലരെ രക്ഷിക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് ചിലരെ സംരക്ഷിക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് ചിലരെ രക്ഷിക്കാൻ പദ്ധതിയുണ്ട്. അതിന് വേണ്ടിയാണ് ഈ തലമുറയിൽ, ഈ 2026 ഈ മെയ് മാസത്തിൽ ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദൈവം നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. ദൈവം നിന്റെ മേൽ കൃപാവരങ്ങൾ പകർന്നിരിക്കുന്നത്. ദൈവം നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. Come on, come on, പ്രാപിക്കേ. ലാസ്റ്റ് മിനിറ്റ്സിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ ആരുടെ വിലക്കയോ ആ ദൈവശക്തി ഇറങ്ങുന്നു. ഈ ജനറേഷനിലെ, ഈ കാലഘട്ടത്തിലെ, ഞാനിങ്ങനെ പറയുന്നു, ഈ സീസണിലെ നോഹയാക്കി. പിടിക പിടിക. ആരെയൊക്കെയോ വിടുവിക്കാൻ വേണ്ടി ദൈവം ചിലരെ നീയുമായി കണക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയൊക്കെ വിടുവിക്കാൻ വേണ്ടി, ആരെയൊക്കെ ഓർക്കാൻ വേണ്ടി അവൻ ചത്തുപോകുന്നത്, അവൾ ചത്തുപോകുന്നത്, ആ കുടുംബം ചത്തൊടുങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം വിചാരിക്കുന്നു, ദൈവം വിശ്വസിക്കുന്നു, നിന്നിലൂടെ ആ വ്യക്തിയെ വിടുവിക്കാൻ കഴിയുമെന്ന്. നിന്നിലൂടെ ആ ഫാമിലിക്കൊരു റിലീസിങ്, ഒരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന് ദൈവം വിശ്വസിച്ചിട്ട് നിന്റെ മേൽ ചെലവ് ഈ രാത്രി കർത്താവ് പകരുന്നു. Yes, 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 yes,
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇതാ 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 ഞാൻ ഇച്ചിരി വചനത്തോട്ട് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാവോ? ഒരു സിസ്റ്റർ ഒന്ന് വായിക്കാവോ? ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെസ്. നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാൻ ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുന്നാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. മതി. ഇനി 8-ാം വാക്യം ഒന്ന് വായിച്ച് 6-8. ഉൽപ്പത്തി 6-8 മുതൽ വായിച്ച് 8-9. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 2 കാര്യം ഞാൻ പ്രധാനപ്പെട്ടെടുക്കുക. 1, യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. 2, ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. എന്നാൽ ഈ 2 കാരണങ്ങൾ കൊണ്ട് കൃപ ലഭിക്കാനും ദൈവത്തോടു കൂടെ നടക്കാനും കഴിഞ്ഞത്, അതിനിടയിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1, നീതിമാനായിരുന്നു നോഹ. 2, നിഷ്കളങ്കനായിരുന്നു നോഹ. സ്തോത്രം. എന്താ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്? എന്താ നോഹയ്ക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിഞ്ഞത്? 1, നീതിമാനായിരുന്നു. 2, നിഷ്കളങ്കനായിരുന്നു. എന്നാൽ സ്തോത്രം, നോഹയോട് 7-ാം അധ്യായം നമ്മൾ വായിച്ച 1-ാം വാക്യം മുതൽ വരുമ്പോൾ ദൈവം നോഹയോട് സംസാരിക്കുക. എന്താ ദൈവം നോഹയോട് കൽപ്പിക്കുന്നത് അഥവാ സംസാരിക്കുന്നത്? നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ ഈ തലമുറയിൽ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അടുത്ത, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 അല്ലെ? സ്തോത്രം. ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ 2 തിരഞ്ഞെടുക്കുവാനും ഇവയെ അകത്തേക്ക് ചേർത്തുകൊള്ളാനും പറഞ്ഞു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നത് ലോകമാണ് ശുദ്ധി ഉള്ളതും ശുദ്ധി ഇല്ലാത്തതും എന്ന് പറയുന്നത്. എന്നാൽ ഇത് 2നെയും ദൈവം എന്ത് ചെയ്തു? നോഹയോട് പറയാ, ചേർത്തുകൊള്ളാൻ. അകറ്റാനല്ല, ചേർത്തുകൊള്ളാൻ. നോഹ ശുദ്ധിയുള്ളതിനെയും ശുദ്ധി ഇല്ലാത്തതിനെയും ചേർത്തുകൊണ്ട്, സ്തോത്രം, വേദപുസ്തകം എഴുതിയിരിക്കുന്നു, നോഹയും കുടുംബവും പെട്ടകത്തിലേക്ക് കയറി. എന്നാൽ ഞാൻ 1-2 വാക്യങ്ങളോടൊന്ന് വായിച്ചിട്ട് ദൂതിലോട്ട് ഞാൻ വരാം. 7-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അടുത്ത് നോഹയോട് പറയുക, 7 ദിവസം കഴിഞ്ഞ്, ഇനി ഒരാഴ്ച, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരാഴ്ച ഇനി നിന്റെ മുമ്പിലുള്ളൂ. ഈ 7 ദിവസം കഴിഞ്ഞിട്ട് ഭൂമിയിൽ എന്ത് ചെയ്യും? 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. സ്തോത്രം. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. സ്തോത്രം. ഇങ്ങനെയൊക്കെ ദൈവം എന്ത് ചെയ്തു? നോഹയോട് കൽപ്പിച്ചു. എന്നാൽ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം കിടക്കുന്നു. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഒരാമേൻ പറയാൻ പറ്റുമോ? ആമേൻ. സ്തോത്രം. ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നശിപ്പിക്കാൻ പോകുന്നു, അഥവാ നോഹയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാലും, നോഹയോട് ദൈവം എന്ത് കൽപ്പിച്ചോ അത് ദൈവം ചെയ്തു. കാരണം ശ്രദ്ധിക്കുക, സ്തോത്രം, നോഹയ്ക്ക് ഈ ലോകത്തിലെ ഒന്നുമായിട്ടും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഞാൻ പറഞ്ഞ ദൂതത്തെ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ ലോകത്തിലെ ആരുമായിട്ടും എന്തില്ല, ഒരു കോംപ്രമൈസിനും താൻ തയ്യാറല്ല. സ്തോത്രം. കാരണം നോഹയ്ക്ക് പറയാൻ കഴിയും, എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആമേൻ. ഞാൻ സ്തോത്രം പണിതിരിക്കുന്ന ഈ പെട്ടകം പണിയാൻ പറഞ്ഞത് ദൈവമാണ്. ഇത് പണിയാനുള്ള പ്ലാൻ തന്നത് ദൈവമാണ്. ഇനി എനിക്ക് ചുറ്റുമുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്.
ഇനി മഴ പെയ്യാൻ പോകുന്നു എന്ന് പ്രസംഗിക്കാനുള്ള പ്രസംഗ കണ്ടന്റ്, ഞാൻ പറഞ്ഞത്രയ്ക്ക് മനസ്സിലായി? ആ ഒരു കണ്ടന്റ്, ആ ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നത് ദൈവമാണ്. ആമേൻ. എന്താണ് നോഹയുടെ സ്തോത്രം കണ്ടന്റ്? മഴയാണ്. ആമേൻ. മഴ പെയ്യാൻ പോകുന്നു, സകലത്തെ നശിപ്പിക്കാൻ പോകുന്നു. രക്ഷയുടെ സന്ദേശം നോഹ പ്രസംഗിക്കുമ്പോൾ ആമേൻ ഇത് കൊടുത്തത് ദൈവമാണ്. എന്ന് വെച്ചാൽ സകലത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാണ്. അപ്പോ നോഹയ്ക്ക് ഈ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ ദൈവത്തോടല്ലാതെ വേറെ ഒന്നിനോടും ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, യഹോവ തന്നോട് കൽപ്പിച്ചത് പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. ഇന്ന് രാത്രി ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം നിന്നോട് പറയുന്നത് പോലെ ഈ നാളുകളിൽ നീ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവം നിന്നെ മറക്കത്തില്ല, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം നിന്റെ വാക്ക് കേട്ടില്ല എങ്കിൽ പോലും, ആരെല്ലാം നിന്നെ തള്ളിയാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ അവഗണിച്ചാലും, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, യഹോവ നിന്നോട് കൽപ്പിക്കുന്ന പ്രകാരം ഒക്കെയും ഈ നാളുകളിൽ നീ ചെയ്താൽ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവം പറയുന്നത് പോലെ നീ ചെയ്താൽ എന്റെ ദൈവം നിന്നെ മറക്കത്തില്ല. ഓർക്കേണ്ട സമയത്ത് ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞത് നോഹ ചെയ്തു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും അല്ല ഇന്നത്തെ ദൂത്, ഞാൻ അതിലേക്ക് ഓടി വരിക. ഭൂമിയിൽ 6-ാം വാക്യം, ഭൂമിയിൽ ജലപ്രളയം 7:6 കാണുന്നതാണ്. ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. ഒരാമയം പറഞ്ഞേ, സ്തോത്രം. എത്ര വയസ്സായിരുന്നു? 600 വയസ്സ്. ഇതൊന്നും ഇന്ന് നമുക്ക് സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ്, സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഏജാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. അടുത്ത വാക്യം, നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യമാരും ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു? നോഹയുടെ പുത്രന്മാരും അവൻ്റെ പുത്രന്മാരുടെ പറഞ്ഞാൽ മരുമക്കളും അടുത്ത് സ്തോത്ര ഹല്ലേലൂയ കൊച്ചുമക്കൾ എല്ലാവരും എന്ത് ചെയ്തു? പെട്ടകത്തിൽ കടന്നു. സ്തോത്രം. എൻ്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. ആമേൻ. എന്നാൽ 7:10 വരുമ്പോൾ 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. ആമേൻ. നോഹയുടെ ആയുസ്സിന്റെ 600-ാം സംവത്സരത്തിൽ, എന്ന് വെച്ചാൽ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ആമേൻ. സ്തോത്രം. നാം ആ ഭാഗത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം 16-ാമത്തെ വാക്യത്തിലേക്ക് നേരെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജനത്തിൽ നിന്ന് ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. ആമേൻ. പെട്ടകം പണിതത് നോഹയാണ്, പക്ഷെ പെട്ടകത്തിന്റെ വാതിലിന്റെ കൺട്രോൾ, ആ വാതിലിന്റെ ചാവി ഇരിക്കുന്നത് കർത്താവിന്റെ കയ്യിലാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവം പറയുന്നത് പോലെ നീ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആമേൻ, നീ ദൈവം പറയുന്നത് പോലെ ചെയ്താൽ മതി. ആ വിഷയത്തെ ഓർത്ത് നീ വറീഡാകേണ്ട കാര്യമില്ല, അതിനെ ഓർത്ത് നീ വറി ചെയ്യേണ്ട കാര്യമില്ല. അതിനെ ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. അടുത്ത 17-ാം വാക്യം, 7:17, ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി, വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി. ആ വാക്യം അണ്ടർലൈൻ ചെയ്തോണം, ഇന്നത്തെ വിഷയമാണ്. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്ത് നിന്ന് ഉയർന്നു. വെള്ളം ഭൂമിയിൽ ഏറ്റവും പെരുകി, പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. ഒരിടത്ത് നിൽക്കുകയല്ല,
ഒഴുകി തുടങ്ങി. ആമേൻ. സ്തോത്രം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. എല്ലാ പർവ്വതങ്ങളെയും മൂടിക്കൊണ്ട് ഈ വെള്ളം പൊങ്ങുവാനിടയായി. എന്നാൽ ശ്രദ്ധിക്കണം, സ്തോത്രം, നോഹ ഈ പെട്ടകം പണിതപ്പോൾ സ്തോത്രം, ഇത് നോഹ പണിത പെട്ടകമാ, ഇത് നിലമാ, ഈ ഭൂമിയുടെ മേളിൽ, ഇതിൻ്റെ മേളിൽ വെച്ചിട്ട, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഈ ഭൂമിക്ക് മീതെ വെച്ചുകൊണ്ടാ നോഹ ഈ പെട്ടകം പണിയുന്നേ. ആമേൻ. സ്തോത്രം. ഇത് പണിയുമ്പം ദൈവം ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു മഴ പെയ്യാൻ പോകുന്നു, സകലത്തെയും ദൈവം നശിപ്പിക്കാൻ പോകുന്നു, ഇത്യാദി കാര്യങ്ങൾ ദൈവം നോഹയോട് പറഞ്ഞു. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണിത് പണിയുന്നതെന്ന് ദൈവം പറഞ്ഞു. എന്നല്ലാതെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണെന്ന് നോഹയ്ക്ക് പോലും പിടിയില്ല. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. ഈ പെട്ടകം പണിതുയർത്തുമ്പം, ഇതിൻ്റെ ഓരോ പണികൾ പൂർത്തിയാകുമ്പം നോഹയ്ക്കൊന്നും അറിയത്തില്ല എന്താണ് അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. സ്തോത്രം. എന്നാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു, ആഴിയുടെ ഉറവകൾ തുറന്നു, വെള്ളം പൊങ്ങി. അല്ലേ? 17-ാം വാക്യത്തിൽ 7:17 ഇരിക്കുന്നു, ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ചു. അടുത്തെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നോഹ പണിതുണ്ടാക്കി. ഈ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും ദൈവം തിരഞ്ഞെടുത്ത മൃഗങ്ങളെല്ലാം കയറി. ഇപ്പൊ എല്ലാവരും ഇതിനകത്താ. പെട്ടകം ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കേൾക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ഈ പെട്ടകം പണിയാൻ തുടങ്ങിയത് മുതൽ ഈ പെട്ടകത്തെയും പെയ്തിറങ്ങാൻ പോകുന്ന മഴയെക്കുറിച്ചും നോഹ പ്രസംഗിക്കുമ്പോഴും എല്ലാവരും നോഹയെ കളിയാക്കിയിട്ടുണ്ടാകും, എല്ലാവരും നോഹയെ പരിഹസിച്ചിട്ടുണ്ടാകും. സ്തോത്രം. നോഹയും മക്കളും മരുമക്കളും എല്ലാം ഈ പെട്ടകത്തിനകത്ത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കയറ്റി, ആമേൻ, ദൈവം ഇതിൻ്റെ വാതിലടയ്ക്കുമ്പോഴും എല്ലാവരും നോഹയെ പരിഹസിക്കുന്നുണ്ടാകും. സ്തോത്രം. ആമേൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ദൈവമേൽപ്പിച്ച അസൈൻമെന്റ്, അല്ലെങ്കിൽ ദൈവമേൽപ്പിച്ചൊരു ദർശനം, അല്ലെങ്കിൽ ദൈവമേൽപ്പിച്ചൊരു പ്രോജക്റ്റ് ഒരു ചലനവുമില്ലാതിരിക്കുക, എല്ലാവരും അതിനെ നോക്കി പരിഹസിക്കുന്നു. അപ്പോഴാ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വെള്ളം വർദ്ധിച്ചു. പെട്ടകം ഇതൊരിക്കലും ചലിക്കില്ലെന്ന്, ഇതെന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് ഇവൻ മണ്ടത്തരമാ കാണിച്ചതെന്ന് ഒരുപക്ഷെ പലരും ഇവനെ നോക്കി പറഞ്ഞു കാണും. എന്നാൽ വെള്ളം പൊങ്ങിയപ്പോ, വെള്ളം വർദ്ധിച്ചപ്പോ ഈ പെട്ടകം ഇതാ പൊങ്ങാൻ തുടങ്ങി. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവരും ഇതിനെക്കുറിച്ച് വിധി എഴുതി, ഇതെന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. നോഹേ, നിന്റെ സമയം നീ കളഞ്ഞു, നിന്റെ ആയുസ് നീ നഷ്ടമാക്കി. ഈ 600-ാമത്തെ വയസ്സിലും നീ എന്തിനാണ് ഇതൊക്കെ ചെയ്ത് നിന്റെ സമയം കളയുന്നത്? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്? എന്തിനാണ് നിന്റെ ജീവിതത്തെ നീ പാഴാക്കുന്നത്? പലരും ഇവനെ പഴിക്കുകയും പലരും ഇവനെ പരിഹസിക്കുകയും ചെയ്ത് കാണും. എന്നാൽ പലരും പരിഹസിക്കുമ്പോ, പലരും നിന്ദിക്കുമ്പോ, ആ നിന്ദിച്ചവരും പരിഹസിച്ചവരും കളിയാക്കിയവരെല്ലാം നോക്കി നിൽക്കേ. ഇതാ സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്ക്, ദർശനം കിട്ടിയവൻ ദർശനപ്രകാരം പണിത ആ പെട്ടകം ഇതാ പൊങ്ങുകയാണ്. ആ പെട്ടകം ഇതാ പൊങ്ങുകയാണ്. ദൂത് മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. എപ്പോഴായി പെട്ടകം പൊങ്ങുന്നേ? വെള്ളം വർദ്ധിച്ചപ്പോ പെട്ടകം പൊങ്ങാൻ തുടങ്ങി. പെട്ടകം ഇങ്ങനെ വിളിച്ചു പറയും, വായുണ്ടെങ്കിൽ പെട്ടകം ഇങ്ങനെ സാക്ഷ്യം പറയും. ഈ വെള്ളം വർദ്ധിക്കുമ്പോ പരിഹസിച്ചവരും നിന്ദിച്ചവരും കളിയാക്കിയവരും
മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിഹസിച്ചവർ പരിഹസിക്കട്ടെ, നിന്നെ നിന്ദിക്കുന്നവരൊക്കെ നിന്ദിക്കട്ടെ, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരെല്ലാം ഒറ്റപ്പെടുത്തട്ടെ. നിന്റെ തകർച്ച കാണാൻ നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന വാദിക്കുന്നവർ അതൊക്കെ ചെയ്യട്ടെ. നിന്റെ സമയം വേസ്റ്റായി എന്ന്, നിന്റെ ശബ്ദം വേസ്റ്റാക്കിയെന്ന്, നിന്റെ ആയുസ് നീ വേസ്റ്റാക്കിയെന്ന് നിന്നെ നോക്കി പറഞ്ഞവരൊക്കെ പറയട്ടെ. അവരെല്ലാം നിലവിളിക്കുന്ന സമയത്ത് അവൻ സകലത്തിന് മീതെ നീ പൊങ്ങാൻ പോവുകയാണ്. ഞാനതിന് ഇങ്ങനെ കൂടെ പറയുന്നു, നിന്ദിച്ചവർ മുങ്ങി പോകുമ്പോൾ നീ പൊങ്ങുവാൻ തുടങ്ങും. ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ദൂത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ശബന ഹത്തര ബനാറകൾ കമന. പരിഹസിക്കുന്നവർ ഇന്ന് പരിഹസിക്കട്ടെ, നിന്ദിക്കുന്നവർ ഇന്ന് നിന്ദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് വിരൽ ചൂണ്ടാം, നിന്റെ മുഖത്തിന് വിരൽ ചൂണ്ടുന്നവർ വിരൽ ചൂണ്ടട്ടെ. നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ. നിന്റെ പ്രസംഗത്തിനെതിരെ സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ. നീ പറയുന്ന വാക്കുകൾക്കെതിരെ സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ. സാരമില്ലെന്ന്, കാരണം ദൈവത്തിന്റെ പദ്ധതിയെ നിന്റെ മേൽ നടപ്പാകത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന നീ പൊങ്ങും. പ്രതികൂലങ്ങളുടെ മേളിൽ നീ പൊങ്ങി നിൽക്കും. വെല്ലുവിളികളുടെ മേളിൽ നീ പൊങ്ങി നിൽക്കും. നിന്ദിച്ചവർ താണു പോകുമ്പോ, നിന്ദിച്ചവർ മുങ്ങിപ്പോകുമ്പോൾ, നിന്ദിക്കുന്നവർ നിലവിളിക്കുമ്പോ, പരിഹസിച്ചവന്റെ വീട്ടിനകത്ത് നിലവിളി പൊങ്ങുമ്പോ, ദൈവത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവിക വെളിപ്പാടുകൾക്ക് വേണ്ടി നിന്ന നീയും നിന്റെ കുടുംബവും ദേശത്തിൽ ഉയരും. പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ. ഞാനതിന്റെ ആത്മീക ദൂത് തന്നെ കൈമാറുന്നു. താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുമ്പിൽ ഇതാ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. ഏത് ദേശത്ത്, ഏത് കുടുംബങ്ങൾ, ഏത് വ്യക്തികൾ, ഏത് മേഖലകൾ നിന്നെ താഴ്ത്തി കെട്ടിയോ, നിന്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടിയോ, നിന്നെ ചെറുതെന്ന് പറഞ്ഞ് തള്ളിയോ, നിന്നെ അവഗണിച്ചോ, നീ പറഞ്ഞ വാക്കുകൾ, നീ പറഞ്ഞ ആലോചനകൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ ദൂതുകൾ, അവൻ നിന്റെ ജീവിതത്തെ താഴ്ത്തി കെട്ടിയോ, പലരോടും നിന്നെ കുറിച്ച് അവൻ നിനക്ക് വിരോധമായി പലരും സംസാരിച്ചോ, ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ പൊങ്ങാൻ സമയമായി, നീ ഉയരാൻ സമയമായി, നീ ഉയരാൻ സമയമായി, നിന്റെ കുടുംബം ഉയരാൻ സമയമായി, നിന്റെ മക്കൾ, നിന്റെ മരുമക്കൾ, നിന്റെ കുടുംബം ഈ ദേശത്തിൽ ഉയരാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ പോകും. പിടിച്ചോ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്നെ താഴ്ത്തി കെട്ടിയോ, അവിടെ ഇതാ ഞാൻ നിന്നെ ഉയർത്തുന്നു. അവിടെ ഇതാ ഞാൻ നിന്നെ ഉയർത്തുന്നു. അവിടെ ഇതാ ഞാൻ നിന്നെ ഉയർത്തുന്നു. ഈ വെള്ളം വന്നത്, ഈ പ്രതികൂലം വന്നത് നിന്നെ തകർക്കാനല്ല ദൈവ പൈതലേ, നിന്നെ ഉയർത്താനാ. ഈ നിന്ന വന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താനാ. ഈ പ്രതികൂലം വന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താനാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രണ്ട് വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം. 40 ദിവസം ജലപ്രളയം ഉണ്ടായപ്പോൾ, വെള്ളം വർദ്ധിച്ചപ്പോൾ 2 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഒന്ന്, പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു.
എന്തൊക്കെ സംഭവിച്ചേ? 40 ദിവസം ജലപ്രളയം ഉണ്ടായപ്പോൾ, വെള്ളം വർദ്ധിച്ചപ്പോൾ 2 കാര്യം. പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് പിടിക്കാൻ കഴിയും? സ്തോത്രം. നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണ്. നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. പിടിച്ചോ. ഞാൻ ആത്മാവിൽ കാണുന്നു ഏതോ ഒരു കരം നിന്റെ കരങ്ങളെ ഇന്ന് രാത്രി പിടിക്കുന്നത് പോലെ. നീ കിടക്കുന്ന താഴ്ചയിൽ നിന്ന് നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി ഈ രാത്രി ഈ ഓൺലൈൻ മീറ്റിംഗിൽ നിന്റെ ഭവനത്തിനകത്ത് ഈ രാത്രി ഇറങ്ങി വരുന്നു. യെസ്, സ്തോത്രം. ദൈവാത്മാവി രാത്രി പറയുന്നു, നോഹേ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്നോട് കൂടെയുള്ളവരെയും ഈ പെട്ടകത്തിനകത്ത് കയറ്റിയത് താഴാനല്ല, നിലത്ത് ഉടഞ്ഞു പോകാനല്ല, പൊങ്ങാനാ, നിലത്ത് നിന്ന് ഉയർത്താനാ. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ വെള്ളം നിനക്കെതിരെ വർദ്ധിച്ചത്, ഈ പ്രതികൂലം നിനക്കെതിരെ വർദ്ധിപ്പിച്ചത്, വിശ്വസിക്കാമോ? ദൈവത്തോട് കൂടെ നടന്നിട്ടും, എനിക്കറിയത്തില്ല, കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, നീ ഇത്രത്തോളം ഉപസിച്ചിട്ടും, നീ ഇത്രയും ദൈവത്തോട് കൂടെ നടന്നിട്ടും, നീ ഇത്രത്തോളം നീതിമാനായി നിഷ്കളങ്കതയോടെ നീ നടന്നിട്ടും എന്തിനാ കർത്താവേ എനിക്ക് ഇത്രയും പ്രതികൂലത്തെ വർദ്ധിപ്പിക്കുന്നേ? ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ ഒരു പ്രതികൂലവും നിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടില്ല. അങ്ങനാണെങ്കിൽ ദൈവത്തിനറിയാം പ്രതികൂലം വർദ്ധിക്കുന്നതിന് മുൻപ് നിന്നെ ഏത് സേഫ് സോണിൽ നിന്നെ ആക്കണമെന്ന്. ഓ, മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ഏത് സേഫ് സോണിൽ നിന്നെ ആക്കണമെന്ന് മനുഷ്യരല്ല, ദൈവത്തിന് അറിയാം. ഞാൻ ദൂതിലോട്ട് തിരിച്ചു വരട്ടെ. നിന്ദിച്ചവർ നിലവിളിക്കുമ്പോൾ നിന്ദിച്ചവരുടെ മുമ്പിൽ മറുത്തൊന്നും പറയാതെ മൗനം പാലിച്ച നോഹേ, ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് രാത്രി വായടച്ചും മൗനം പാലിക്കുന്ന ആരെയോ നോക്കി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, കർത്താവിനെ മറ്റൊരു ദൂതിലേക്ക് കൊണ്ടുപോവുക. എൽക്കാന എന്ന് പറയുന്ന പുരുഷന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ മൂത്തവൾ ഇളയവളെ എന്ന് വെച്ചാൽ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യയെ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. ഈ പരിഹാസം, സ്തോത്രം, ഈ മുഷിക്കുന്ന രീതിയിൽ, മുഷിയത്തക്ക രീതിയിൽ, അഥവാ അവളുടെ മുഖം വാടത്തക്ക രീതിയിൽ, അവൾക്ക് ആഹാരം പോലും കഴിക്കാൻ തോന്നാത്തത്ര രീതിയിൽ ഇവളെ പരിഹസിക്കുമായിരുന്നു. എന്താ കാരണം? മച്ചി. ഒറ്റ കാരണമേ ഉള്ളൂ, മച്ചി. 100 കാരണം, ഒരു പിടി കാരണങ്ങളൊന്നുമില്ല. ഒറ്റ കാരണം, ഈ ഹന്ന മച്ചിയാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് ഇവളെ എന്നും പരിഹസിക്കുമായിരുന്നു, എന്നും നിന്ദിക്കുമായിരുന്നു, എന്നും കുത്തുവാക്കുകൾ കൊണ്ട് ഇവളെ വേദനിപ്പിക്കുമായിരുന്നു. ആമേൻ. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഹന്ന ഒരു വാക്ക് പോലും തിരിച്ച് പെണീനെ പറഞ്ഞെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ഹന്ന ആകെ വായി തുറന്നത് തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ പുരോഹിതൻ്റെയും തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? ഞാൻ ആവർത്തിക്കുന്നു, സ്തോത്രം. ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ആമേൻ, തന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഹന്ന വാ തുറന്നില്ല, അവർക്കെതിരെ സംസാരിച്ചില്ല. തൻ്റെ ഭാരം പറഞ്ഞത് തൻ്റെ ഭർത്താവിനോടും തൻ്റെ പുരോഹിതനോടും തൻ്റെ ദൈവത്തോടും. നോക്കിക്കേ, എൽക്കാന എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിന് ഇവൾക്ക് വേണ്ടുമ്പോഴൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ മറുപടിയിൽ ഇവൾ തൃപ്തയായില്ല. തൃപ്തയായിരുന്നെങ്കിൽ ഇവൾ ആലയത്തിൽ ഒരിക്കലും പോകത്തില്ലായിരുന്നു. തൃപ്തയല്ലാത്തത് കൊണ്ട് ഇവൾക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവിന് ഇതിന് മറുപടി തരാൻ പറ്റത്തില്ല, എൻ്റെ ഭർത്താവിന് ഇതിന് പരിമിതികളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിയ ഹന്ന ഭക്ഷണം കഴിച്ച് ആലയത്തിലേക്ക് പോയി ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരയുമ്പോൾ അവൾ അവിടെയും തെറ്റിദ്ധരിക്കപ്പെട്ടു.
പുരോഹിതൻ വിചാരിച്ചു ഇവൾ ലഹരി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവൾ ലഹരിയെ ശാസിക്കുമ്പോൾ ഇവളുടെ സ്വഭാവത്തെ ആമേൻ സ്തോത്രം ദുസ്വഭാവമെന്ന് ഈ പുരോഹിതൻ കണ്ടുകൊണ്ട് ഇവളെ ശാസിക്കുമ്പോൾ ഇവളുടെ ആമേൻ ഇവളുടെ വിശുദ്ധി, അവളുടെ ജീവിതം, അവളുടെ അവസ്ഥ പുരോഹിതനാകുന്ന ഏലിയുടെ മുമ്പിൽ തുറന്നു വെച്ചു. ആമേൻ. വേദപുസ്തകം അടുത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ദൈവത്തോട് ഇവൾ കരഞ്ഞു. ഇവൾക്കൊരു വാക്കുപോലും പുറത്ത് പറയാൻ കഴിയാത്തത്ര വേദനയോടെ ബൈബിൾ പറയുന്ന വാക്കിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇവൾ ദൈവസന്നിധിയിൽ ഇവിടെ ഹൃദയം പകർന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പല മീറ്റിങ്ങുകളിൽ, പല രാത്രികളിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന്, ആലയത്തിൽ പോലും വന്നിരുന്നാൽ നേരെ വചനം പോലും കേൾക്കാൻ കഴിയാതെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരയുന്ന, ഹൃദയം പകരുന്ന ഒരു ആത്മീയ അനുഭവമാണ് നിന്റെ ജീവിതത്തിലുള്ളതെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. അടുത്ത ആണ്ട് ഈ സമയമാകുന്നതിന് മുൻപ് നീ കരയുന്ന വിഷയത്തിന് വിടുതലാണെന്ന്. ആമേൻ. നിന്റെ കുടുംബത്തിന് വിടുതലാണെന്ന്, നിന്റെ വിഷയത്തിന് വിടുതലാണെന്ന്. ആരുടെയൊക്കെ മുമ്പിൽ നീ കരഞ്ഞോ അവരുടെയൊക്കെ മുമ്പിൽ നിന്റെ തല ഉയർത്തി പിടിച്ചു നിൽക്കത്തക്കവണ്ണം ഏത് ആലയത്തിൽ നീ കരഞ്ഞോ അതേ ആലയത്തിൽ അത്ഭുത സാക്ഷിയാക്കി ദൈവം നിന്നെ നിർത്തുന്നൊരു സീസൺ. ദൈവാത്മാവ് ആരോടൊക്കെയോ ശക്തമായി ഇടപെടുന്നു. നിന്നെ നിന്ദിച്ചവരെ ബൈബിളിലും എടുത്ത് പഠിച്ചു നോക്ക്. നിന്നെ നിന്ദിച്ചവരെ പിന്നെ സ്ക്രീനിൽ പോലും കാണത്തില്ല. 1 ശമൂവേൽ വായിക്കുക, 2 ശമൂവേൽ വായിക്കുക. സ്തോത്രം. ആമേൻ ആമേൻ. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്ക്. അവിടെയൊക്കെ വിശ്വാസ വീരന്മാരെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ബൈബിളിൽ എവിടെയെങ്കിലും പെനീന എന്ന വാക്ക് പിന്നെ ഉണ്ടോ? ഇല്ല. പിന്നെ സ്ക്രീനിലുള്ളത് മുഴുവൻ ശമൂവേല അല്ലേ? ഇന്ന് അഭിഷിക്തന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ, ദൈവദാസന്മാർ പ്രസംഗിക്കുന്നു. പെനീനെ അല്ല ഹൈലൈറ്റ് ചെയ്യുന്നേ. ആരെയാ? കരയുന്ന ഹന്നയെയും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഈ ശമൂവേലിനെയുമാ. എന്താ കാരണമെന്നറിയോ? എഴുതിയിട്ടോ, നിന്നെ നിന്ദിച്ചവർ ചത്തുപോകുമ്പോൾ, ഞാൻ ബൈബിളിലെ ഭാഷ തന്നെ പറയുന്നു, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ബൈബിളിലെ ഭാഷ തന്നെ പറയുന്നു, നിന്നെ നിന്ദിച്ചവർ ചത്തുപോകുമ്പോ, ഓ സ്തോത്രം, ഞാൻ പറഞ്ഞത് സ്വാഭാവിക മരണത്തെ കുറിച്ചല്ല. നിന്നെ നിന്ദിച്ചവർ അസ്വാഭാവികമായി ചത്തുപോകുമ്പോ, എനിക്കിതിൽ കുറഞ്ഞൊരു വാക്ക് പറയാനില്ല. നിന്നെ നിന്ദിച്ചവർ ചത്തുപോകുമ്പോ, നിന്നെ പരിഹസിച്ചവർ ചത്തുപോകുമ്പോ, ദൈവത്തോട് കൂടെ നടക്കുന്ന നീ നിലനിൽക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. യെസ് യെസ്, യേശുവിൻ്റെ നാമത്തിൽ എഴുതിയിട്ടോ. ചില മാസങ്ങൾക്ക് ശേഷം ഒരു ആരാധന നടക്കാൻ പോവാ. ആ യാഗത്തിൽ അല്ലേ, ഈ ഞാൻ എൻ്റെ വിഷയമല്ല, ഇതൊന്നും എൻ്റെ റെഫറൻസിലുള്ളതല്ല, ആരോടും ദൈവാത്മ സംസാരിക്കുക. ഈ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നോഹ യാഗപീഠം പണിത ഒരു ആരാധനയുണ്ട് നോഹയ്ക്ക്. ആ ആരാധനയ്ക്ക് നിന്നെ നിന്ദിച്ച ഒറ്റ ഒരുത്തനും കാണത്തില്ല, പക്ഷെ നീയും നിന്റെ കൂടെയുള്ളവരും കാണും. ഞാൻ ഇന്ന് വരെ പ്രസംഗിക്കാത്ത ദൂത. ആമേൻ ആമേൻ. നിന്നെ തകർച്ച കാണാൻ, നിന്നെ നിന്ദിച്ച, നിന്നെ പരിഹസിച്ച, കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി നീ നിന്നപ്പോ, ദൈവത്തോട് കൂടെ നീ നിന്നപ്പോ, ദൈവം പറഞ്ഞത് നീ ചെയ്തപ്പോ പലരും നിന്നെ പരിഹസിച്ചില്ലേ? ഇത് ദൈവത്തിന്റെ ആലോചനയൊന്നും അല്ലെന്ന് പറഞ്ഞ് നിന്നെ നിന്ദിച്ചില്ലേ? നീ പറഞ്ഞ വാക്കുകളെ പോലും പറയും അവഗണിച്ചില്ലേ? നിന്നെ പലരുടെയും മുമ്പിൽ നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ദൈവത്തിന്റെ കൃപയുള്ള നിന്നെ ഒന്നുമല്ലാതാക്കി തീർത്തില്ലേ ചിലരൊക്കെ? അവരൊന്നും കൃപയിൽ കാണത്തില്ല, പക്ഷെ ദൈവം നിന്നെ നിലനിർത്തും. ഏറ്റെടുത്തോ, പിടിച്ചോ. ഇത് ആരോടൊക്കെയോ എനിക്കറിയാം, ദൈവം സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. കൃപയുള്ളവനെതിരെ സംസാരിച്ചവൻ ചത്തുപോകുമ്പോ, കൃപയ്ക്ക് വേണ്ടി നിന്ന, ദൈവത്തോട് കൂടെ നിന്ന, ദൈവത്തോട് കൂടെ നടന്ന നിന്നെ ദൈവം ജീവനോട് നിലനിർത്തി. ഇനിയും ആരാധനകൾ, ഇനിയും ശുശ്രൂഷകൾ, ഇനിയും ദൈവകൃപയാൽ ചില
ചെയ്യാൻ ദൈവം നിന്നെ ലീഡർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. യെസ്, ഇനിയും യാഗപീഠങ്ങൾ പണിയാനുണ്ട്, ഇനിയും ആലയങ്ങൾ പണിയാനുണ്ട്, ഇനിയും പലതും പണിയാനുണ്ട്. അതിന് നിന്നെയും നിന്റെ തലമുറയെയും ദൈവം ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തെ തെരഞ്ഞെടുക്കുന്നു. യെസ്, ശക്തമായ ദൈവം പറയുന്നു, നിന്റെ കൂടെ ഉള്ളവരെ നീ നിമിത്തം ദൈവം ഓർക്കാൻ പോകുന്നു. യെസ് ജീസസ്. സ്തോത്രം. ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോട്ടെ. ദൈവം, ഉൽപ്പത്തി 8:1 കുറിവാക്യം, ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു. ദൈവമിതാ ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു. ഒരാമൻ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ദൈവത്താൽ അയക്കപ്പെട്ട സകല കാറ്റുകൾക്കായും ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ട സകല കാറ്റുകൾക്കായും ഞാൻ വിശ്വസിക്കുന്നു. 19 20 പേർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിന്റെ സകല കുടുംബത്തിന്മേലും, ഇതെന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും ഇന്ന് രാത്രി നിങ്ങൾ മുഴങ്കാൽ മടക്കുന്ന നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇന്ന് രാത്രി ഒരു കാറ്റടിക്കാൻ പോകുന്നു. ഞാൻ അടുത്ത വാക്ക് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയും. എന്താണെന്നറിയോ? ഈ കാറ്റടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ കാറ്റടിച്ചത് എന്താണെന്നറിയോ? എഴുതി വെച്ചോ. പലരും നിന്നെ മറന്നപ്പോൾ, പലരും നിന്നെ ഓർക്കാതെ പോയപ്പോൾ ദൈവം നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഓർത്തതിൻ്റെ അടയാളമാണ് ഈ കാറ്റ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ആ ദൂതിനെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റായി പറയാം. യേശുവിൻ്റെ നാമത്തിൽ ആരുടെ മേലൊക്കെയോ ദൈവത്തിൻ്റെ കാറ്റടിക്കുന്നു, അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ ഓർത്തു കഴിഞ്ഞു. നിന്റെ കൂടെയുള്ളവരെ ദൈവം ഓർത്തു കഴിഞ്ഞു. In the name of Jesus. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ആരോ എന്നെ നോക്കി പറയുന്നു, പാസ്റ്റർ എന്നെ ഓർക്കാൻ പോലും ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ പോലും ആരുമില്ല, എന്നെ സഹായിക്കാൻ പോലും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിന്ന്, ഒറ്റയ്ക്കാണ്. എൻ്റെ കൂടെയുള്ളവരുടെ വിഷമം മുഴുവൻ എന്നോട് പറയാൻ ആൾക്കാരുടെ എന്നോട് പറയാം. എല്ലാവർക്കും അവരുടെ വിഷമങ്ങൾ എന്നോട് പറയാം. പക്ഷെ ഞാൻ എൻ്റെ വിഷമം ആരോടാ പറയുന്നത്? അങ്ങനെ പറയുന്ന ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. എല്ലാവരുടെയും വിഷമം എന്നോട് പറയുന്നു. ഞാൻ എൻ്റെ വിഷമം ആരോടാ പറയുന്നത്? അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കാറ്റയക്കുന്നു ഞാൻ, കാറ്റയക്കുന്നു ഞാൻ. ഈ കാറ്റിൻ്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാ. പിടിക്കുക. ഈ കാറ്റിൻ്റെ ഉത്ഭവം US എന്നോ UK എന്നോ ഒന്നുമല്ല. ഈ കാറ്റിൻ്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്ക്. അവിടെ ഒരു വാക്കുണ്ട്, ഒരു കൊടിയ കാറ്റടിച്ചു, അല്ലേ? എഗസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം എടുത്ത് പഠിച്ചു നോക്ക്. ഒരു കാറ്റ് വീശി, അല്ലേ? എന്താ ഈ രണ്ടിടത്ത് സംഭവിച്ചേ? ഒത്തിരി വേറെയുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. വേണേ ഒരു വാക്കോട് പറയാം. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, ചെങ്കടൽ കണ്ടപ്പോൾ മോശ ഭയപ്പെട്ട് നിൽക്കുക, പറച്ചു നിൽക്കുക. ജനം വെറുവെറുക്കുന്നു, ജനം നിലവിളിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്തിനാ നോക്കി നിൽക്കുന്നേ? നീ വടിയെടുത്ത് നീട്ട്. മോശ വടി നീട്ടി. വടി നീട്ടിയപ്പോൾ ഒരു കാറ്റടിച്ചു. ഇത്രയേ ഓർമ്മയുള്ളൂ മോശയ്ക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നേ, അതുവരെ കാണാത്തൊരു വഴി തുറന്നു വരുന്നു. ഒരാമേ പറയാൻ പറ്റുമോ? ഞാൻ ഈ 3 ഭാഗം മാത്രം പറയാം. ഞാൻ വേറെ ഒന്നിലോട്ട് ഞാൻ പോകുന്നില്ല. കാറ്റടിച്ചപ്പോൾ വഴി തുറന്നെങ്കിൽ,
കാറ്റടിച്ചപ്പോൾ വാഗ്ദത്തം വെളിപ്പെട്ടെങ്കിൽ, കാറ്റടിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ഒരു മഹാസൈന്യമായി എഴുന്നേറ്റ് വന്നെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവെന്ന കൊടിയ കാറ്റ് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതലായെന്ന. ഓ, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആ കാറ്റെൻ്റെ പേര് അടിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. ശബനഘടകതല വൈഡവത്തര ഘടകം. യെസ്, ഏറ്റെടുക്കാമോ ഇന്ന് രാത്രി? ആരുടെ മേലൊക്കെ കാറ്റടിക്കുന്നു ഞാൻ കാണുന്നു. ചില പ്രാർത്ഥനാ മുറികളിൽ ഇന്നു മുതൽ കാറ്റടിക്കും. പിടിച്ചോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി മുതൽ ചില കാറ്റടിക്കും. യെസ്, ശമനഘടകം. ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നു. രാജ്യങ്ങളിലേക്കുള്ള വഴികൾ തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒത്തിരി കാലങ്ങൾ കൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ ഇതാ ജീവൻ വയ്ക്കാൻ തുടങ്ങുന്നു. യെസ്, ചില വാഗ്ദത്തങ്ങൾ ഇതാ നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങുന്നു. യെസ്, കാറ്റടിക്കുന്നു. പിടിച്ചോ, ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിക്കോ. ഈ മെസ്സേജിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ആത്മാവിന്റെ കാറ്റ് രാത്രി അടിക്കാൻ തുടങ്ങുന്നു. ഭയങ്കര ചേഞ്ചുകൾ സംഭവിക്കുന്നു. യെസ്, ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട ഉണങ്ങിയ താഴ്വര എന്ന് ലോകം പറഞ്ഞ താഴ്വരയുടെ പേര് മാറുന്നു. ഈ മാളിക മുറിക്കകത്ത് കൊടിയ കാറ്റടിച്ചാൽ ഈ മാളിക മുറിയുടെ പേര് മാറുന്നു. ചെങ്കടലിന്റെ മേൽ കാറ്റടിച്ചാൽ ആ ചെങ്കടലിന്റെ അവസ്ഥ മാറുന്നു. നിന്റെ ലൈഫിന്റെ മുഖച്ഛായ ദൈവം മാറ്റുന്നു. യെസ്, നിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ മുഖച്ഛായ ദൈവം മാറ്റുന്നു. വെള്ളം നിലച്ചു. അടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ മേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകൾ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. ആമേൻ. എന്തിനാ ദൈവം ഇതൊക്കെ നിർത്തൽ ചെയ്തേ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ദൈവം ഈ കാറ്റടിപ്പിച്ചപ്പോൾ ഇതൊക്കെ ദൈവം നിലച്ചേ, അല്ലെങ്കിൽ ഇതൊക്കെ ദൈവം അടച്ചത്, ചിലതൊക്കെ നിന്നുപോയത്? ദൈവം തന്ന വാക്യമാണ് 4-ാം വാക്യം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. എത്രയൊക്കെ മനസ്സിലായി? ഇത് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ പെട്ടകം എന്നും ഇങ്ങനെ ഒഴുകിയാൽ പോരാ. മനസ്സിലായോ? ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഈ പെട്ടകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു വലിയ സ്വപ്നം നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നിന്റെ ജനറേഷനെ കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നീ എൻട്രി ആകണമെങ്കിൽ ഈ പെട്ടകം എന്ത് ചെയ്യണം? അരരാത്തിൽ ഉറയ്ക്കണം. ഈ അരരാത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ നിലത്ത് നിന്ന് പൊങ്ങി, ഞാൻ മറ്റൊരു ദൂതേക്ക് നിങ്ങളെ കൊണ്ടുപോവാം. ഈ പെട്ടകം നിലത്ത് നിന്ന് പൊങ്ങി ഒഴുകാൻ തുടങ്ങിയെന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ഈ നിലത്ത് നിന്ന് പൊങ്ങി ഒഴുകി തുടങ്ങിയ ശേഷം ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ശ്രോത, ഞാനിങ്ങനെ വിശ്വസിക്കുക, ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ഒരു ചിന്ത പറയാം. അകത്തിരുന്ന് നോയ്ക്ക് ആക്ച്വലി ബോറടിച്ചു എന്ന് വിചാരിക്കുക അല്ലേ? ഇപ്പോൾ നമ്മളെ തന്നെ ഒരു മുറിക്കകത്ത് കുറേ സമയം ഇട്ടിരുന്ന നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അതുപോലെ ഈ നോവ പറയുക, എനിക്ക് ബോറടിച്ചു, ഇവിടെ ഇരുന്നിരുന്ന് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് എനിക്ക് ബോറടിച്ചു. വാഗ്ദത്വമൊക്കെ ഒത്തിരി ഉണ്ട്. ഇന്ന് രാത്രി എന്നെ ആരോ കേൾക്കുന്നുണ്ട്. വാഗ്ദത്വമൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇന്ന് വല്ലാത്തൊരു ബോറടിയിലാണ് നീ കിടക്കുന്നത്. ദൈവാത്മ പറയുന്നു, ഞാൻ നിന്നെ ഉറപ്പിക്കാൻ പോവാം. ഇതുവരെ നീ കാണാത്ത ചില മേഖലകളിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാം. സ്തോത്രം. നീ ചിന്തിക്കാത്ത ചില മേഖലകളിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാം. ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല അല്ലേ?
പെട്ടകത്തോട് ചോദിച്ചേ, ഞാൻ ഈ മൈക്രോഫോൺ ഞാൻ പെട്ടകത്തിന് കൊടുത്ത പെട്ടകം ഇങ്ങനെ സാക്ഷ്യം പറയും, എന്നെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല. അകത്തിരുന്ന് നോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ദൈവമേ ഇന്നെങ്കിലും ഈ പെട്ടകം നിൽക്കുമോ? എന്നാ ഈ പെട്ടകം നിൽക്കുന്നേ? ഇതിനെ ആരാ പിടിച്ചു നിർത്തുന്നേ? പെട്ടകം പറയുന്നു, എന്നെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ഇതിങ്ങനെ പോവുക, ഒരു നോൺ സ്റ്റോപ്പ് വെച്ചോണ്ടിരിക്കുക. അതിനെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന പെട്ടകത്തെ ഇന്നത്തെ ഡേറ്റ് 2026 മെയ് മാസം 9-ാം തീയതിയാണ്. ഈ 9-ാം തീയതി പെട്ടകം, നിങ്ങൾ മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. 9-ാം തീയതി, മെയ് മാസം 9-ാം തീയതി പെട്ടകം അനരാത്തിൽ ഉറയ്ക്കണമെങ്കിൽ, അല്ലേ, ഉറയ്ക്കണമെങ്കിൽ ദൈവം ഇന്ന് രാവിലെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ ഏകദേശം 150 ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം കാറ്റടിപ്പിച്ചു. ഞാനതിനെ തിരിച്ചു പറയാം. ഞാൻ നേരത്തെ ആ കാറ്റ് വരുന്നു, കാറ്റടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തോ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഈ 9-ാം തീയതി രാത്രി കാറ്റടിക്കുന്നുണ്ടെങ്കിൽ വിടുതൽ ചിലപ്പോൾ ഇന്നായിരിക്കത്തില്ല കാണാൻ പറ്റുന്നേ, ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം കാണാൻ പോകുന്നേ. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, കാറ്റടിച്ചു. എപ്പോഴാ കാറ്റടിച്ചേ? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് 8:3 കാണുന്നു, വെള്ളമിടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അനരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അപ്പൊ 7-ാം മാസം 17-ാം തീയതി പെട്ടകം ഉറയ്ക്കണമെങ്കിൽ, സ്തോത്രം, ആമേൻ, കണക്കിൽ അഗ്രഗണ്യനല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. 180 ദിവസത്തിന് പുറത്ത്, അല്ലെങ്കിൽ 180 ദിവസത്തിന് മുന്നേ ദൈവത്തിന്റെ പ്രോസസ്സിങ് നോക്കണം. ദൈവം നോഹയും കുടുംബത്തെ ഓർത്തു, ആണല്ലോ, കാറ്റടിപ്പിച്ചു. ഈ പെട്ടകത്തിനെതിരെ ഒഴുകി വന്ന പലതിനെയും ദൈവം നിർത്തൽ ചെയ്തു. ഇതിനെതിരെ തുറന്നിരുന്ന പലതിനെയും ദൈവം അടച്ചു. ഓ, ഇന്ന് രാത്രി ആരോ ചിന്തിക്കുന്നു, ദൈവം ഞാൻ ഇത്രയും കരഞ്ഞിട്ടും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നീ അകത്തളങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ദൂത് പറയുന്നു, നീ അറിയാത്ത മണ്ഡലത്തിൽ ദൈവം എന്തൊക്കെയോ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യ. ഇച്ചിരി ദിവസം കൂടെ കഴിയുമ്പോ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ, നിന്റെ കണ്ണുനീരിന്റെ മറുപടികൾ, നിന്റെ ചോദ്യത്തിലുള്ള മറുപടികൾ നിനക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം നിന്നെ ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കാൻ പോവാ. ഉറപ്പിക്കേണ്ടടുത്ത് ദൈവം ഉറപ്പിക്കാൻ പോവാ. നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവാ. നിന്റെ മേലുള്ള ദൈവത്തിന്റെ പ്ലാനിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവത്തോടെ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കേ. ദൈവത്തോട് കൂടെ ഇരിക്കുക, ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. യെസ്, എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുൻപാകെ ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി കാറ്റടിക്കുന്നു. നാളുവരെ കാണാത്ത ചില വിടുതലുകൾ താൻ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു. ഗ്ലോറി ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. നിനക്കെതിരെ തള്ളിക്കയറുന്ന ഒരു തിരമാല പോലെ തള്ളിക്കയറുന്ന, ഒരിടത്തും നിൽക്കാൻ പറ്റാതെ നിന്നെ ഇങ്ങനെ നീ പോലും അറിയാത്തൊരു തലത്തിലേക്ക് നിന്റെ ലൈഫിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നിനക്കെതിരെ ഉണ്ടാകുന്ന ചില ഒഴുക്കുകളെ
ഇന്ന് രാത്രി കർത്താവ് നിർത്തൽ ചെയ്യുന്നു. യെസ്, നിന്റെ കുടുംബത്തിനെതിരെ വരുന്ന ചില തിരമാലകളെ ഇന്ന് രാത്രി കർത്താവ് നിർത്തൽ ചെയ്യുന്നു. ഒരു ലക്ഷ്യമില്ലാതെ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന നിന്റെ ലൈഫിനെ ഏതോ ഒരു അരരാത്രിൽ ദൈവം ഉറപ്പിക്കാൻ പോവാ. ഏതോ ഒരു അരരാത്രി ഉറപ്പിക്കാൻ പോവാ. എത്ര നാൾ ഞാൻ ഇങ്ങനെ പോകും, എത്ര നാൾ എൻ്റെ പെട്ടകം ഇങ്ങനെ കടന്നു പോകും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കർത്താവ് ഞാൻ ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഞാൻ എത്ര നാളിനി കാത്തിരിക്കേണ്ടി വരും, എന്നാ ഇനി ഇതിനൊരു വിടുതലുണ്ടാകുന്നത്, എന്നാ ഇതിനൊരു മറുപടി ഉണ്ടാകുന്നേ എന്ന് ചിന്തിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഇത് ദൈവാത്മാവ് പറയുന്നു, ഞാൻ കാറ്റടിപ്പിക്കുന്നു, ഞാൻ കാറ്റയക്കുന്നു നിനക്ക് വേണ്ടി. 10 ദിവസം 120 പേർ പ്രാർത്ഥിച്ചു. ആ മാളിക മുറിക്കകത്ത് കാറ്റയച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ദൈവത്തിൻ്റെ വടിയും പിടിച്ചു നിൽക്കുന്ന മോശയോട് ദൈവം പറഞ്ഞു, മുന്നോട്ട് പോകാം. ദൈവം കാറ്റയച്ചു. അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട താഴ്വരയുടെ നിരപ്പിൽ നിൽക്കുന്ന യെഹെസ്കേലിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ദൈവം കാറ്റയച്ചു. ഇതാ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അളവിൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും ചിന്തിച്ചിട്ടില്ലാത്തവണ്ണം ദൈവം യെഹെസ്കേലിൻ്റെ കൺമുമ്പിൽ ദൈവം ചെയ്ത് കാണിച്ചു. അത് തന്നെ നമ്മുടെ ലൈഫിൽ നടക്കാൻ പോവാ. പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്താട്ടെ. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ നിറവിനാൽ, ദൈവിക സമൃദ്ധിയാൽ കർത്താവ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ ഇന്ന് രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാൽ നിറച്ചോട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.